1966 മെയ് മാസത്തിലാണ് കൂവപ്പള്ളി പള്ളിയുടെ വികാരിയായിട്ട് എന്നെ കാവുകാട് പിതാവാണ് നിയമിച്ചത്. എൻ്റെ പൗരോഹിത്യ സ്വീകരണം 1963 മാർച്ച് 11 അതിനുശേഷം 3 വർഷം എന്നെ പിതാവ് നിയമിച്ചത് പാറയിൽ മൈനർ സെമിനാരിലാണ്. 3 വർഷം കഴിഞ്ഞിട്ടാണ് കൂവപ്പള്ളിയിലേക്ക് എന്നെ സ്ഥലം മാറ്റിയത്. അന്ന് പിതാവിനെ കാണാൻ ചെന്നപ്പോൾ പിതാവ് പറഞ്ഞു, അവിടെ പണിയിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, അവിടെ മുറിയില്ല, ഒരു സ്റ്റെഡ് മാത്രമേ ഉള്ളൂ, പള്ളിയില്ല. അന്നേരം ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവ് ഞാനൊരു ഇടവയിൽ ഇരുന്നിട്ടില്ല, ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. അന്നേരം പിതാവ് പറഞ്ഞൊരു വചനമാണ്, വെച്ചാൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല വരുന്നത്, ഓരോ ഇടപെട്ടല്ലേ പഠിക്കുന്നത്, പോയി തുടങ്ങിക്കോളാൻ പറഞ്ഞു. ആ ഒരൊറ്റ ഇതാണ് അവിടെ ഒരു പണി തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതിൽ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുക പോലുമില്ല. കാരണം അവിടെ ചെന്ന് കുരിശുപള്ളിയാണ്, ഇടവകയൊന്നുമല്ല. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ പണി തുടങ്ങുന്നത്. പള്ളി പണി തുടങ്ങി. ആദ്യം കല്ലാണ് പൊട്ടിക്കേണ്ടത്. കല്ല് പൊട്ടി നമുക്ക് തുടങ്ങാം. എന്നിട്ട് അന്ന് ആദ്യം പറഞ്ഞത്, ഒരു പള്ളി പണിയുന്നത് ദൈവാരാധനയ്ക്ക് ദൈവത്തിന് സ്തുതിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പണിയുന്നത്. അത് ഇടവക്കാരുടെ കാഴ്ച കൊണ്ട് അല്ലെങ്കിൽ പരിത്യാഗം കൊണ്ടായിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഈ പള്ളി പണിയാൻ പോകുന്നത് ഇടവക്കാരന് പിരിവെടുത്തായിരിക്കുകയില്ല. പിരിവല്ല ഇവിടെ ആവശ്യം, സംഭാവനയും വേണ്ട. ഓരോരുത്തർക്കും കിട്ടുന്ന പൈസ അവരുടെ ത്യാഗത്തിൻ്റെ പൈസയും അവരുടെ നേർച്ചയായിട്ട് കാഴ്ചയായിട്ടും പരിത്യാഗമായിട്ട് കൊടുക്കണം. അതിന് പ്രത്യേകം പിരിവുകാരും കാണുകയില്ല. നിങ്ങളെല്ലാവരും ഞായറാഴ്ച പള്ളി വരുന്നതാണ്, ഉള്ളതനുസരിച്ച് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുക, ഉള്ളത് കൊണ്ട് ചെയ്യുക, ഉള്ളത് കൊണ്ട് നമുക്ക് തുടങ്ങാം. പിന്നെ എന്നാണ് തുടങ്ങണമല്ലോ, അതുകൊണ്ട് ആദ്യം കല്ല് പൊട്ടിക്കാമെന്നുള്ളതാണ്. ഇവിടെ കല്ലുണ്ടായിരുന്നു. കല്ലെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് ആൾക്കാരോട് പറയും, ചെറുപ്പക്കാർ പിള്ളേർ അവരോട്, നിങ്ങളെല്ലാവരും ആ കല്ല് ഇട്ട് പോവുക. പക്ഷേ എല്ലാവരും കൊണ്ട് ഇടുമായിരുന്നു, ഒരുത്തരും എടുക്കാതെ പോവുകയില്ല. ഇങ്ങനെ കൊച്ചു പിള്ളേരോട് പറഞ്ഞേക്ക്, സൺഡേ സ്കൂൾ കുട്ടികളുണ്ട്, ഇങ്ങോട്ട് കുഞ്ഞു കല്ലെല്ലാം എടുത്ത് കൊണ്ട് ഇടാൻ പറയും. അത് കൊച്ചു കല്ലെല്ലാം അവർ കൊണ്ടിടും. പിന്നെ മറ്റുള്ളവരെ വലിയ കല്ല്, പിന്നെ മുട്ടുകല്ലുണ്ട്, അത് അവിടുത്തെ ചവിട്ടുകാരൻ ആൾക്കാരുണ്ട്, അങ്ങനെ മുഴുവൻ കൊണ്ടിടുമായിരുന്നു. ആ കല്ലെല്ലാം അങ്ങനെ ശേഖരിച്ച് അതിന് കൂലിക്കാരില്ലായിരുന്നു, ഇടവക്കാർ. പിന്നെ അതിൻ്റെ വാഹനം വെട്ടിയതും ഫില്ല് ചെയ്തും എല്ലാം ഇടവക്കാരാണ്, സർവ്വ പണി അതുപോലെയുള്ള പണിയാണ്. പിന്നെ മണലെല്ലാം വാര്യത മാറ്റിൽ നിന്നാണ്. ആ കടവിൽ നിന്ന് ആൾക്കാർ പിന്നെ ഞായറാഴ്ച പോയി വരുന്നു, അവർ വന്നു, പള്ളിഭാഗത്തുകാർ ലോറി വിട്ട് തരുന്നു. അങ്ങനെയാണ് അതിന് മറ്റ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ എല്ലാവരുടെയും സഹകരണമായിരുന്നു വാസ്തവത്തിൽ. പിന്നെ അതിൻ്റെ വാർക്കപ്പണി മുഴുവൻ നടത്തിയത് അത് 2 മേസ്തിരിമാരും ബാക്കി എല്ലാ ഇടവക്കാർ ആൾക്കാർ വന്ന് അതിൻ്റെ വാർക്കപ്പണി എല്ലാം നടത്തിയിരുന്നത്. അതുപോലെ ഒത്തൊരുമിച്ചാണ് ചെയ്തു. അങ്ങനെയാണ് ഇതെല്ലാം തീർത്തത്, എല്ലാവരുടെയും സഹകരണം. ആ സഹകരണത്തോടെയാണ് ആ പള്ളി പണി തീർത്തത് മുഴുവനും. അതിൻ്റെ പേരിൽ ഒരുത്തരുമായിട്ടൊന്നും പിണങ്ങേണ്ടിയും വന്നിട്ടില്ല, എല്ലാവരുടെയും സഹകരണം. അങ്ങനെ വലിയ അനുഗ്രഹമാണത്. പിന്നെ അവിടെ പുറത്തുനിന്ന് ഒരു സംഭാവനയൊന്നും കിട്ടിയിട്ട് അങ്ങനെ കാര്യമൊന്നുമില്ല. ഇടവക്കാരുടെ പറയുകയാണെങ്കിൽ ത്യാഗത്തിൻ്റെ അവരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് മുഴുവനും. അതുകൊണ്ട് അങ്ങനെ നല്ല അനുഭവമാണ് എനിക്കവിടെ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ഒത്തൊരുമിച്ച്, ഒരാൾക്ക് പിണക്കും, എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിൻ്റെ ഫലമാണ് അവിടെ അത്രയൊരു പള്ളി ഉയരാൻ സാധിച്ചത് മുഴുവനും. പിന്നെ അന്നത്തെ സ്ഥിതി അനുസരിച്ച് അത് വലിയ പള്ളി പണിയാൻ സാധിക്കും. അത്ര ഇടവക്കാരൊന്നുമില്ല, ആണ് അതുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. എല്ലാവരും അത്രയും ചെയ്ത ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം. അന്ന് പിന്നെ യേശുപിതാവാണ്, ഞാൻ പണി സ്ഥലത്ത് കാണും, യേശുപിതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. പിതാവിനോട് പ്രത്യേകം പ്രാർത്ഥന, യേശുപിതാവിനോട് ശനിയാഴ്ച ആകുമ്പോൾ ഇവർക്കെല്ലാം കൂലി കൊടുക്കണം. അന്നേരത്തേക്ക് എങ്ങനെയും പിന്നെ അതിൻ്റെ പണമുള്ള എങ്ങനെയാണ് അന്നേരം കിട്ടുമായിരുന്നു. ഇനി ഒന്നുമില്ലെങ്കിൽ അവസാനം ഒരു നേർച്ചപ്പള്ളിയുണ്ട്, അത് തുറന്നു നോക്കുക, അതിൻ്റെ ആവശ്യമുള്ള പണം കാണുമെന്ന്. അങ്ങനെ ഒരുത്തർക്കും കൊടുക്കാതിരുന്നിട്ടില്ല, കൊടുത്ത് തീർക്കാൻ സാധിച്ചു. അങ്ങനെ എല്ലാ കാര്യം എല്ലാം സന്തോഷത്തോടെയാണ് ഞാൻ ഇടവക്കാരെ എല്ലാവരും ഞാൻ സന്തോഷത്തോടെ സ്നേഹത്തോടെ അനുസ്മരിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോഴേ ഇടവക്കാർ, ഒരു ഇടവക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പള്ളിയുടെ വലിപ്പമോ ഭവനക്കാരുടെ ഒന്നുമില്ല. ഇടവക്കാരുടെ വിശ്വാസത്തിലും ഉള്ള വിശ്വാസത്തിനും സ്നേഹത്തിലുള്ള ആ കൂട്ടായ്മ, അതിലാണ് ഒരു ഇടവകയുടെ എല്ലാവരും ആ വിശ്വാസമാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിനുള്ള വാസ്തവത്തിൽ സ്നേഹത്തിലേക്ക് നമ്മൾ നയിക്കേണ്ടതും. അപ്പോൾ വിശ്വാസത്തിലും സ്നേഹത്തിലും ഇടവക്കാരിൽ ഒന്നു ചേർന്ന് അതിലാണ് ആ ഇടവകയുടെ കെട്ടുറപ്പ്, ആ ഇടവകയുടെ മനോഹാരിത, ആ ഇടവകയുടെ അഭിവൃദ്ധി, ഇടവകയുടെ എല്ലാം.
അങ്ങനെ എല്ലാ സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നായി മുന്നോട്ട് പോകുവാൻ ഈ ജൂബിലി എല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇല്ല.